അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനാണ് വീഡിയോയിൽ വന്നത്. ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ തൊപ്പിയുടെ ഗാംഗിൽപ്പെട്ട മമ്മു എന്നുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ടായി. അതായത് വെറൈറ്റി മീഡിയയിൽ പോയിട്ട് നടന്നൊരു ഇൻ്റർവ്യൂ ആസ്പദമാക്കിയിട്ടുള്ള വിഷയങ്ങളാണ് സംസാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സെയിം വീഡിയോ യൂട്യൂബിലും സെയിം വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ രണ്ട് വീഡിയോസിലും വന്നിട്ട് തീർത്തും എരപ്പാളിത്തരം എന്നൊക്കെ പറയില്ല, അത്രയും മോശപ്പെട്ട കമൻറ്റ്. ഐ തിങ്ക് ദാറ്റ് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും മമ്മുവിൻ്റെ ഫാൻസ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അവരെ മുഴുവനായിട്ട് കമൻറ്റ് ഡിലീറ്റ് ആക്കുകയും ചെയ്തു, അവരെ ബ്ലോക്ക് ആക്കുകയും ചെയ്തു. കാരണം പോസിറ്റീവിന് അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ സമയമില്ല. കാരണം നെഗറ്റീവ് ഇനിയിപ്പോൾ എന്ത് ചെയ്താലും നമ്മളതിൽ എത്ര എതിർത്ത് പറഞ്ഞാലും അത് ആരൊക്കെ എന്തൊക്കെ ഓൾക്ക് ഉപദേശിച്ചു കൊടുത്താലും അതുപോലെ ഉൾക്കൊള്ളാൻ പോണില്ല. അതുകൊണ്ടാണ് ഓല് ഇത്രയും ഒരു വിഷയം നടന്നിട്ടും അതിനെ പിന്നെയും ആ നെഗറ്റിവിറ്റിയെ താങ്ങിപ്പിടിച്ച് വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറിയഭ്യാസങ്ങൾ നടത്തുന്നത്. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാനോ അവകാശമില്ല. അത് വാസ്തവം തന്നെയാണ്, റിയാലിറ്റിയാണ്, സത്യമാണ്. കാരണം ടു എറർ ഈസ് ഹ്യൂമൻ. ഓരോ മനുഷ്യർക്കും മനുഷ്യ സാഹചര്യമായിട്ട് പരസ്യമായിട്ടും രഹസ്യമായിട്ടും തെറ്റുകൾ സംഭവിക്കും. അത് സത്യമാണ്, പ്രപഞ്ച സത്യമാണ്. ആരും പെർഫെക്റ്റ് ഒന്നല്ല, എല്ലാവരും പരസ്യമായിട്ടും രഹസ്യമായിട്ടൊക്കെ തെറ്റുകൾ സംഭവിക്കും. പക്ഷെ നമ്മളിത് ഒരു തെറ്റുകൾ സംഭവിച്ചാൽ അത് എന്താ നമ്മൾ മറച്ചു വെക്കാനല്ലേ ശ്രമിക്കുക. ഇനി അത് അത്രയും മതവുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിൽ ഇപ്പം എൻ്റെ മതം ഇസ്ലാമാണ്, ഞാനൊരു മുസ്ലിമാണ്, ഇസ്ലാം മത വിശ്വാസിയാണ്. എൻ്റെ പടച്ച റബ്ബ് ഇത്തരം തെറ്റ് ചെയ്യുന്നവരോടാണ് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്. എന്ത് തെറ്റ് ചെയ്യുന്നവർക്ക് മുമ്പിലാണ് ഞാൻ അവർ ചോദിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കാൻ ഞാനിവിടെ ഇരിക്കണത്. അതായത് തെറ്റ് ചെയ്യുന്നവരിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തവർ തൗബാബുന, തൗബ ചെയ്യുന്നവരാണെന്ന് പരിശുദ്ധമായ ഖുർആനിലുണ്ട്. അതായത് ഖത്തായികൾ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും പെർഫെക്റ്റ് ഉള്ളവർ അത് ഖേദം പ്രകടിപ്പിച്ച് പടച്ച റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്യുന്നവരാണ്. ഞാൻ ഇസ്ലാമിക ഒരു സൈഡിൽ വെച്ചിട്ടാണ്, ആസ്പെക്റ്റിൽ വെച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു മമ്മു ഇന്റർവ്യൂവിൽ പോയിട്ട് കുറേ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവൻ്റെ ദർസ് ജീവിതവും പിന്നെ അതുപോലെ അവൻ്റെ ചെറുപ്പക്കാലം പലതും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പറഞ്ഞു പോയ വിഷയങ്ങളാണെന്ത്, എനിക്ക് ചെറുപ്പത്തിൽ എന്ത് പരിപാടിയാണെന്നോ, കുളിസീൻ, സ്ത്രീകൾ കുളിക്കണ കാര്യങ്ങളൊക്കെ കുളിസീന് പോയിട്ട് എന്താവും ഞാൻ കാണും, എനിക്കൊരു ദ്വരയാണത്, നാട്ടുകാരികൾ നല്ലൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ ദർസിൽ പഠിക്കണ സമയത്ത് എന്ത് ഇന്ന കുറേ സീനിയർ കുട്ടികൾ തല്ലിയിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ഞാൻ പോണത്, ഞാൻ സിനിമക്ക് പോയിട്ടുണ്ട്, അങ്ങനെ എന്നെ അവിടെ നിന്ന് ഔട്ടാക്കി. പിന്നെ ഞാൻ പഠിക്കുക എന്ന ലക്ഷ്യത്തിലല്ല പോയത്, ഭക്ഷണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ദർസിലേക്ക് പോയത്. പിന്നെ സുബീക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് വന്നിട്ട് എന്നെ പുതിര തല്ലും. അങ്ങനത്തെ കുറേ വിഷയങ്ങൾ സംസാരിക്കും. ഞാൻ കക്കൂസിൽ പോയാൽ ഫ്ലഷ് അടിക്കാറില്ല, എനിക്കത് ഇഷ്ടമല്ല, അങ്ങനത്തെ കുറേ വിഷയങ്ങൾ. അതിൽ ഏറ്റവും ഗൗരവമായ വിഷയമാണ് ഈ കുളിസീനെ നോക്കാറുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു സൈഡ്. എന്താ വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാനതിൻ്റെ മമ്മുവിനെ ഒരു തെറ്റുകാരനായിട്ട് ഞാനതിൽ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ ഇങ്ങനത്തെ വിഷയങ്ങൾ പബ്ലിസിറ്റിയിൽ കോമൺലി എല്ലാവരും വാച്ച് ചെയ്യുന്നതിൽ പോയിട്ട് കാണരുത്. കാരണം പൊളിറ്റിക്കലി സോഷ്യലി സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹിക പ്രതിബന്ധം ഒരു നിലക്കും പുലർത്താതെ ഒരു തലമുറ നമുക്കിടയിൽ ജീവിച്ചു വരുന്നുണ്ട്. അവർക്കൊന്നും അറിയില്ല. അവർ ഈ ഫണ്ണി, ഈ കോമഡി ലോകത്ത് ഇതിന് ഹാസ്യ കഥാപാത്രങ്ങളായിട്ട് ഇങ്ങനെ വല്ലവരും എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് അവർക്കുള്ളൊരു മറുപടി അവർ ഈ ലോകത്തിന് കൊടുക്കുന്ന ഒരു പുഞ്ചിരി മാത്രം. ഈ പുഞ്ചിരിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന, അല്ലെങ്കിൽ ഈ ചിരിയിലും ഹാസ്യ ലോകത്തും മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു തലമുറ, ഒരു യുവതലമുറ, ഒരു കുട്ടികൾ, ചൈൽഡ് നമുക്കിടയിൽ ജീവിച്ചു വരുന്നുണ്ട്. അവരെല്ലാം ഇത് വാച്ച് ചെയ്യും. ഞാൻ ഒരു 3-4 ദിവസത്തിന് മുമ്പാണ് മുംബൈയിൽ നടന്നൊരു സംഭവം വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. കോയിനെ പീഡിപ്പിച്ചു, വീണ്ടും പറയുന്നു കോയിയെ പീഡിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ കാമം, മനുഷ്യൻ്റെ മൂർധാവിൻ്റെ അങ്ങേറ്റത്ത് കാമത്തിൻ്റെ നോട്ടവും വികാരവും പ്രവർത്തനങ്ങളും അധികരിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കോയിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എത്രത്തോളം മനുഷ്യൻ്റെ വികാരത്തിൻ്റെ റാഷു പെർസെൻറ്റേജ് കൂടി നിൽക്കുക നിങ്ങൾ ചിന്തിക്കും. എന്നിട്ട് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ, അങ്ങനത്തെ ഈ ഒരു തലമുറയിൽ അവിടെ പോയിട്ട് ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് ഞാൻ കുളിസിങ് കാണലുണ്ട്, ഇന്ന നാട്ടുകാർ തല്ലിയിട്ടില്ല, എനിക്കൊരു ദ്വരയാണത്. അതിനനുസരിച്ചിട്ട് ചോദ്യകർത്താവിൻ്റെ എക്സ്പ്ലനേഷനും ആഡ് പ്ലസ് ചോദ്യങ്ങൾ ചോദിച്ച് ഈ ചോദ്യകർത്താവും ഈ ഉത്തരം പറയുന്ന ഈ മമ്മു എന്ന ഇൻഫ്ലുവൻസറും ഈ സമൂഹത്തിന് എന്ത് പ്രതിബദ്ധത, ഈ സമൂഹത്തിൻ്റെ ഒരു ഇത് കാണുന്നവരോട് എന്ത് നീതിയാണ് പുലർത്തുന്നത്, അല്ലെങ്കിൽ എന്ത് ആശയമാണ് കൈമാറുന്നത്, അതാണ് ഞാൻ ചോദ്യം ചെയ്തത്. അതിനെയും എഴുതി തള്ളാൻ, അതിനെയും ഇകഴ്ത്തി സംസാരിക്കാൻ, നെഗറ്റീവ് കമൻ്റ് ഇട്ട് വന്നവരുണ്ടെങ്കിൽ ആ ഒരു സമൂഹത്തെ, ആ ഒരു യുവതലമുറയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്ത്
നമ്മുടെ കൂട്ടത്തിൽ പൊളിറ്റിക്കലി സോഷ്യലി ഒരു ചുക്കും ഈ ഒരു ഹാസ്യ കഥാപാത്ര ലോകത്ത് ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇത്തരക്കാരെ മുമ്പിൽ അത്തരം വിഷയങ്ങൾ സംസാരിക്കരുത്. മമ്മു അങ്ങനെ ചെയ്തു പോയത് അവന്റെ തെറ്റല്ല. നമ്മളും ചെറുപ്പത്തിൽ ഒരുപാട് കച്ചറകളും ബുദ്ധിമുട്ടുകളും നാട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ തിരിച്ചറിവോടെ ഞാൻ സ്വയം തന്നെ ചേഞ്ചായി എടുക്കേണ്ട കാര്യങ്ങളാണ്. അതൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു സൊസൈറ്റി മുഴുവൻ കാണുന്നിടത്ത് വന്ന് പബ്ലിക്കായിട്ട് സംസാരിക്കണമെങ്കിൽ ആ ഒരു മൈൻഡ് ഒന്ന് ചിന്തിച്ചു പോയിക്കാണെങ്കിൽ എത്രത്തോളം നെഗറ്റീവായിട്ടാണ് അത് അവിടെ അത് ചോദ്യകർത്താവിനാണ് ആദ്യം 4 അടി കൊടുക്കുന്നത്. കാരണം ഓനതങ്ങനെ മമ്മ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകല്ലേ വേണ്ട. ഓള് പിന്നെയും ഇത് ചോദിച്ചിട്ടല്ലേ ഈ മമ്മൂനെ കൊണ്ട് ഇത് കൂടുതൽ ഉത്തരങ്ങളിലേക്കും കൂടുതൽ ഈ ഒരു ഇന്റർവ്യൂ വഷളാവാനുള്ള മെയിൻ കാരണമായി തീർന്നത്. അപ്പോൾ അതാണ് അതിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു വിഷയം എന്നുള്ളത് ദർസിലെ സീനിയേഴ്സിൻ്റെ ഒരു തല്ല് റാഗിങ് എന്നുള്ള ഒരു സിസ്റ്റം പറഞ്ഞത്. അതായത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ 12 വർഷം പഠിച്ച ഒരാളാണ്. അത് ഞാൻ ഹുദവിയാണ്. അതിലുപരി ഞാൻ ദർസിൽ പഠിച്ചിട്ടുണ്ട് ഒരു 8 മാസം. പിന്നെ മദ്രസ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഞാനൊരു സ്കൂളിൽ ആസാമിലെ ദാർഹുദയുടെ ഒരു സ്ഥാപനം, ആസാമിലെ ഒരു സ്ഥാപനത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ദർസിൽ പഠിപ്പിച്ചിട്ടുണ്ട് കാസർഗോഡ്. അതുപോലെ ഞാൻ മദ്രസ അധ്യാപകനായിട്ടുണ്ട്. അപ്പം എനിക്ക് എല്ലാവരും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതായത് അനുഭവമുണ്ട്. അപ്പം നമ്മൾ അപ്പം മമ്മൂതിരി സൂചിപ്പിച്ചത് പള്ളിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഉസ്താദുമാർ ചുമതല ഏർപ്പെടുത്തിയ കുട്ടികൾ വന്നിട്ട് സീനിയേഴ്സ് വന്നിട്ട് അവനെ തല്ലുന്ന പറഞ്ഞത്. അപ്പം നമ്മൾ പള്ളിയിൽ സംസാരിക്കുക എന്നുള്ള വിഷയം, പള്ളിയിൽ സംസാരിക്കുക എന്നുള്ളത് ഒരു ദുന്യവിയായ, അതായത് ഉഹ്റവിയ അല്ലാത്ത പാരത്രിക ലോകമല്ലാത്ത ഇവിടുത്തെ ഓരോ ചിന്തകളും നമ്മുടെ തോട്ട്സോടും സംസാരിക്കണം. അതിന് ഇടമല്ല പള്ളി എന്നുള്ളത്. കാരണം പള്ളി എന്നുള്ളത് നമ്മൾ പള്ളി എന്ന് പറയും, പക്ഷെ ആ 2 വേർഡ്സ് പള്ളി എന്നുള്ളത് കറക്റ്റ് ഒരുപാട് ആശയങ്ങൾ നൽകണം. ഒരു വീടാണ്, ബൈത്തുള്ളയാണ്, ദി ഹൗസ് ഓഫ് അള്ളാഹുവിൻ്റെ വീടാണത്. അവിടെ നിന്ന് ദുന്യവിയായ സംസാരങ്ങൾ ഒരാൾ സംസാരിച്ചാൽ, ഒരു മൻഫഅത്തുമില്ലാത്ത സംസാരങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചാൽ അവരുടെ 40 കൊല്ലത്തെ അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ വരെ പൊളിഞ്ഞു പോകുമെന്ന് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ പ്രത്യേകിച്ച് കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് പള്ളിൻ്റെ അകത്തളത്തിൽ നിന്ന് ഒരിക്കലും മീറ്റിംഗ് കൂടരുത്, പുറത്തുള്ളവരൊക്കെ വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ്. കാരണം കമ്മിറ്റി മീറ്റിംഗ് ആകുമ്പോൾ പല ചർച്ചകളും പല വിഷയങ്ങളും സംസാരിക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്താവും, ചില അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് പള്ളിൻ്റെ ഉള്ളിൽ ആവരുത് എന്നുള്ള ആ ഒരു ആസ്പെക്ട് എടുത്തിട്ടാണ് അത് പുറത്തുനിന്ന് ആക്കണം എന്ന് പലരും പറയുന്നത്. മനസ്സിലായി? കാരണം പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനത്തെ മോശപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടായി 40 കൊല്ലത്തെ അമല് അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെന്ന് ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ പള്ളിയിൽ സംസാരിച്ചിന് മാറ്റം കിട്ടിയില്ലല്ല പ്രശ്നം, ഓർക്ക് സീനിയേഴ്സ് തല്ലി എന്നുള്ള പ്രശ്നം. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ കോളേജ് വിദ്യാർത്ഥി സംഘടനകളും യൂണിയനുകളും അല്ലെങ്കിൽ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗിങ് സിസ്റ്റം ഒക്കെ നമ്മുടെ കോളേജുകളും സ്കൂളിലും എത്ര ഹൈ ലെവലിലാണ് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുപരി എത്ര ക്രൂരമായ രീതിയിലാണ് ഇത്തരം പീഡനങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് കക്കൂസിൽ മുഖം പൊയ്തിച്ച് നടത്തിയൊരു പീഡനം, ഒരു റാഗിങ്. അതുപോലെ ഷഹബാസ് എന്ന കുഞ്ഞുമോന് മരിച്ചുപോയി. ഇത്ര നിരന്തരമായിട്ട് ഒരുപാട് കേസുകൾ, അത് സ്കൂളിൻ്റെ വളപ്പുകളിൽ, സ്കൂളിൻ്റെ തോട്ടങ്ങൾ, സ്കൂളിൻ്റെ പുറവശത്തുള്ള റോഡുകളിലൊക്കെ സീനിയേഴ്സും ജൂനിയേഴ്സും ഉള്ള റാഗിങ് കാര്യങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം കേൾക്കുന്നു. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വെച്ച് നോക്കുമ്പോൾ ദർസ് എന്നുള്ള ഒരു കമ്പാരിറ്റീവ്ലി അത്ര വലിയൊരു പീഡനം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉസ്താദായാലും ടീച്ചറായാലും ആരായാലും അത് എന്താണ് കേസ് കൊടുക്കുക തന്നെ വേണം. അത് അത്രയും കർശനമായ രീതിയിൽ ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു തുറന്ന് പറയാം. പക്ഷേ പള്ളിയിൽ സംസാരിച്ചതിന് പേരാണ് സീനിയർ 2 അടി കൊടുത്തു എന്നുള്ളത് എന്തല്ല റാഗിങ്ങിന് പറയാൻ പറ്റിയ ഉദാഹരണമല്ല. റാഗിങ്ങിന് പറയാൻ പറ്റിയ ഉദാഹരണത്തിലാണ് ഈ പള്ളി എന്ന് പറഞ്ഞ സംസാരിച്ചിന് 2 അടി കൊടുത്തു പറഞ്ഞ എണ്ണിയത്. പിന്നെ സംസാരിച്ചൊരു വിഷയം സുബീക്ക് എഴുന്നാൽക്കാത്തീന് ഉസ്താദ് വന്ന് പൊതിരെ തല്ലുന്നു, തഹജ്ജുദ് നിസ്കാരത്തിന്റെ വിഷയം പറയുന്നത്. അപ്പോൾ ഈ തഹജ്ജുദ് നിസ്കാരത്തിന്റെ വിഷയം എന്താ വെച്ചാൽ, തഹജ്ജുദ് സുബഹിന്റെ മുമ്പ് നിസ്കരിക്കണ നിസ്കാരമാണ്. അതായത് ഇശാ നിസ്കാരാനന്തരം കയ്യിലൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് സുബഹ് ആവണ വരെ തഹജ്ജുദിന്റെ സമയമുണ്ട്. അപ്പോൾ നമ്മൾ ദർസിലൊക്കെ പൊതുവുള്ള സംവിധാനം എങ്ങനെ വെച്ചാൽ, ആദ്യം ഒരു ബെല്ല് സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ആ ബെല്ല് സിസ്റ്റം ബെല്ലടിക്കും ഉസ്താദ്. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ എഴുന്നേൽക്കും. പിന്നെ എഴുന്നേൽക്കാത്തവരെ ചിലപ്പോൾ ഉസ്താദ് ആദ്യം നീച്ച കുട്ടികളെ പറഞ്ഞയച്ചിട്ടുണ്ടാവും, ഓലെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ കുറച്ച് കുട്ടികൾ നീക്കും. പിന്നെ എഴുന്നേച്ചിലെ ഉസ്താദ് ഡയറക്റ്റ് ആയിട്ട് കയറി വന്നിട്ട് മൂട്ടുക്ക് 2 കൊടുക്കും. ശരി തന്നെയാണ്. അങ്ങനെ ആ ടൈപ്പ്
ആ ഒരു രീതിയിൽ ചിലപ്പോൾ മമ്മൂനെ അടി കിട്ടിയിട്ടുണ്ടാവും, എനിക്ക് വിഷമമായിട്ടുണ്ടാവും. കാരണം പലർക്കും പല രീതിയിലേക്കാളും ശരീരഭാഷ. എനിക്ക് പിന്നെ ഒരാൾ വന്നിട്ട് ഉസ്താദിനെ 2 അടി അടിച്ചതിനേക്കാളും എനിക്ക് വേദന ഉസ്താദിനോട് വളരെ മോശമായിട്ടല്ല, എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചാലേ. കാരണം പോടാ അവിടുന്ന്, നിന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട, ഇങ്ങനെ പറയുന്നതാണ് എനിക്ക്. ഇന്നെ 2 അടി അടിച്ചതിനേക്കാളും എനിക്ക് വേദന, അതിൻ്റെ ശരീരഭാഷ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലേക്കാണ്. ചിലർക്ക് ചിലപ്പോൾ സംസാരത്തിലുള്ള വേദനയേക്കാളും കൂടുതൽ അടിച്ചപ്പോൾ കിട്ടുന്ന വേദനയേക്കാളും. അപ്പോൾ ആ രീതിയിൽ മമ്മൂന് ചിലപ്പോൾ വേദനിച്ചിട്ടുണ്ടാവും, ശരി തന്നെയാണ്. പക്ഷെ അതൊക്കെ ഓരോ ഉസ്താദുമാരും ഓരോന്നും ചെയ്യുന്നത് നല്ല കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അടിക്കാനും ശകാരിക്കാനും നമ്മുടെ നിലവാരങ്ങൾക്കും നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. മോശപ്പെട്ട രീതിയിൽ നിങ്ങളോട് അങ്ങനെ ആരെങ്കിലും പെരുമാറണമെങ്കിൽ ഇവിടെ കോടതി, നിയമം, വക്കീലും പോലീസും എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് തുറന്ന് പറയാം, അതിനുള്ള അവകാശമുണ്ട്, അതിനുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. അപ്പം അത് പ്രശ്നമല്ല. അപ്പം ആ ഒരു വിഷയം. പിന്നെ തഹജ്ജുദ് നിസ്കാരം ഭയങ്കര ശ്രേഷ്ഠത നിസ്കാരം കേട്ടോ. അത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പ്ലസ് ആയിട്ട് ആഡ് ചെയ്ത് പറയണം. കാരണം നമ്മുടെ ദോഷങ്ങൾ പൊരുത്തപ്പെട്ട് തരാനും അതുപോലെ നമ്മൾ ചോദിച്ചത് മുഴുവൻ പടച്ചറപ്പ് തരുമെന്നൊക്കെ പ്രവാചകന് ചോദിച്ചതിന് ഉത്തരം കിട്ടുമെന്നുള്ള സമയം സൂചിപ്പിച്ച ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ജീവിതത്തിൽ കൂടുതലായി പതിവാക്കിയ നിസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പതിവാക്കിയ ഒരു നിസ്കാരമായിരുന്നു തഹജ്ജുദ് നിസ്കാരം. അതുകൊണ്ട് അത് പതിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ടുള്ള വിഷയങ്ങൾ. പിന്നെ ആ ഫ്ലഷ് അടിക്കുന്ന വിഷയം എന്താ വെച്ചാൽ, ഫ്ലഷ് അടിക്കുക എന്നുള്ളത് അടിച്ചായിരിക്കും അതുപോലെ വരാതൊന്നും നല്ല പ്രശ്നം. പക്ഷെ നവാഫത്ത് വൃത്തി എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിത ഘടനയിൽ അനിവാര്യമായ കാര്യമാണ്. ആസ് എ മുസ്ലിം ഇസ്ലാം മത വിശ്വാസി എന്ന നിലയ്ക്ക് എൻ്റെ മതം എന്നോടല്ല ഇസ്ലാം മത വിശ്വാസികളോട് പ്രാവർത്തികമാക്കാൻ സ്വന്തം ജീവിതത്തിൽ അനിവാര്യമായി കൊണ്ടു നടക്കാൻ പറഞ്ഞ കാര്യമാണ് നവാഫത്ത്, ക്ലീനിങ്, വൃത്തി എന്നുള്ളത്. അതുകൊണ്ട് നമ്മളൊരാൾ ഒരു പ്രത്യേകിച്ച് മിസ്റ്റർ ഗ്യാങ്, ആ ഗ്യാങ് MRS ഗ്യാങ് എന്നുള്ള ആ ഒരു ഗ്യാങ്ങിൽ ഒരുപാട് 5-6 ആൾക്കാർ നിൽക്കുന്ന വീടാണല്ലോ. അപ്പോൾ ഒരാൾ മാത്രമല്ല അത് ഉപയോഗിക്കുക, ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ വൃത്തി എന്നുള്ളത് എന്താണ്, ഒരു ശുചിത്വം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ചിട്ടയിൽ അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനുള്ളത്. ഇനിയും ഇതിനെയും ഇകഴ്ത്താനും നിരുത്സാഹപ്പെടുത്തി സംസാരിക്കാനും വരുന്ന മമ്മു ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. കാരണം കമ്മ്യൂണിറ്റിയുടെ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളെ ഫാൻസ് മാത്രമല്ല അവൻ്റെ ഇൻ്റർവ്യൂ, അവൻ്റെ വീഡിയോസ് കാണാം. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് ഷോർട്സും റീൽസും വീഡിയോസും കാണുന്നതിനിടയിൽ പലരും ഇത് കണ്ടുപോകും. അതെല്ലാവർക്കും ഒരുപോലെ ദഹിച്ചോണം എന്നില്ല. അത് എനിക്ക് ദഹിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തു. കാരണം വീണ്ടും പറയുന്നു, ഇത്തരം ഇന്റർവ്യൂകൾ നമ്മളെ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോനൊക്കെ ഒരു ഇന്റർവ്യൂ വെച്ചാണെങ്കിൽ ഓൻ്റെ പൈസ നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ 5-10 മിനിറ്റ് ക്ലീനാണ് വൃത്തിക്ക് പറഞ്ഞു പോകും. നമ്മളിവിടെ ഇങ്ങനത്തെ എന്താ പറയുക, ഓൻ്റെ കുറേ വീഡിയോസ് നമുക്ക് സംസാരിക്കണം. കാരണം ഞാൻ മമ്മൂനെ കേൾക്കുന്നില്ല. കാരണം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, അത് മമ്മു ആയാലും ആരായാലും നമ്മുടെ സ്വന്തം ജീവിതത്തിലുണ്ടായ തെറ്റുകളും തിന്മകളും മോശപ്പെട്ട കാര്യങ്ങളും പബ്ലിക്കിൽ പോയിട്ടല്ല പൊലമ്പേണ്ടത്. കാരണം അതെന്താ വെച്ചാൽ വൃത്തിക്ക് നമ്മൾ തന്നെ അതിനുള്ള വഴികൾ, അതിൽ നിന്ന് ഒരു പാപമോചനം, അത് ഇസ്ലാമികമായൊരു വഴിയാണ്. അല്ലെങ്കിൽ അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരസ്യമായി പറയാതെ രഹസ്യമായി വെച്ചിട്ട് തുടരെ ജീവിതത്തിൽ എന്താവുക, നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇത്തരം വീഡിയോസുകളൊക്കെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഇൻ്റർവ്യൂ നടത്തുകൂടി, അതൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളവരപ്പോൾ ഇൻ്റർവ്യൂ നടത്താം. പക്ഷേ ചോദിക്കേണ്ട കമ്മ്യൂണിറ്റി പബ്ലിക്കിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ മാത്രം, എല്ലാവർക്കും ദഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.